ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആഫ്റ്റർ ഡെലിവറി എനിക്കുണ്ടായ ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ സ്കിൻ കെയറും ഹെയർ കെയറും എൻ്റെ വെയിറ്റ് ഗെയിൻ ആണോ അതോ വെയിറ്റ് ലോസ് ആണോ എനിക്ക് ഉണ്ടായതെന്നുള്ളതും നിപ്പിൾ ക്രാക്സ് വന്നിട്ടുണ്ടോ എന്നുള്ളതും സ്ട്രെച്ച് മാർക്കിനെ പറ്റിയിട്ടും ഫീഡിങ്ങിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ വേറൊരു റീസൺ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായോ എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി ഇൻ കേസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോയിലൂടെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡെലിവറി സ്റ്റോറി പറഞ്ഞിട്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടാണ് കേട്ടോ വായിക്കുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ ആണ്. എൻ്റെ ഡെലിവറി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഫേസിൽ നിറച്ച് പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു 9ാം മാസം ആയപ്പോഴത്തേക്കും. അപ്പോൾ അത് ഭയങ്കര വിയേർഡായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്ന വിധത്തിലായിരുന്നു. ഇവിടെയൊക്കെ ഫുൾ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ആയിരുന്നു. അപ്പം ഞാനതിനെ യൂസ് ചെയ്തിരുന്നത് ആഫ്റ്റർ ഡെലിവറി ഒരു 28 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്രീമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ ഞാനൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ഡെലിവറിയിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ക്രീം ഗ്ലൈക്കോസിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ക്രീമായിരുന്നു. ഗ്ലൈക്കോസിക്സ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. ആ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. നൈറ്റ് ക്ലെൻസ് ചെയ്തിട്ട് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്തിട്ട് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യുമായിരുന്നു ചെയ്യുന്നത്. ഒരു 1 മന്തൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ പാടൊക്കെ പോയായിരുന്നു. സ്കിൻ ഏകദേശം ക്ലിയറായി വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ നോർമൽ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും സെറ്റാഫിൽ ബ്രാൻഡിൻ്റെ തന്നെ മോയ്സ്ചറൈസറായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ കുറേ നാളൊരു 3-4 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുള്ള ഓരോരോ റെമഡീസൊക്കെ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ തുടങ്ങി ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ. പിന്നെ ഞാൻ നൈറ്റ് ഇപ്പം പിമ്പിൾസിൻ്റെ മാർക്ക് കുഴിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഴിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നിയാസിനമൈഡ് അങ്ങനത്തെയൊക്കെ ഓരോന്നേ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ സൺസ്ക്രീമും മാത്രമേ ഉള്ളൂ. രാവിലെ നൈറ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കും, മാത്രമേ ഉള്ളൂ. ടോണറും ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കറൻ്റ്ലി ഉള്ള സ്കിൻ കെയർ. ഇനി വെയിറ്റ് ഗെയിൻ. ആഫ്റ്റർ ഡെലിവറി എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഫുഡ് കഴിക്കണം. നല്ല പോലെ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല പോലെ പാൽ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ആഫ്റ്റർ ഡെലിവറിയിൽ വെയിറ്റ് ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 67 ആയിരുന്നു ഡെലിവറി കുഞ്ഞാവ ഉള്ളപ്പോൾ എൻ്റെ വെയിറ്റ്. എൻ്റെ അതിന് മുന്നേ ഉള്ള വെയിറ്റ് 62 ആയിരുന്നു. കുഞ്ഞുവാവ വന്നപ്പോൾ 67 kg ആയായിരുന്നു. കുഞ്ഞുവാവ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് വീണ്ടും ഒന്ന് കുറഞ്ഞു, 64 ആ ഒരു ഇതിലേക്ക് ആയായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് വീണ്ടും കഴിച്ചു. പാൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 67ലേക്ക് വീണ്ടും പോയി ഗൈസ്. അതായത് ബേബി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വെയിറ്റ്. അപ്പം ഞാൻ മനസ്സിലാക്കി ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ 17ലേക്ക് കയറും, അതെനിക്ക് പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ബേബിക്ക് 1 വയസ്സായി. ഇപ്പോഴാണ് ഞാൻ കൺട്രോൾ ചെയ്ത് തുടങ്ങിയത്. ഇപ്പം എൻ്റെ വെയിറ്റ് കറൻ്റ്ലി 62 തന്നെ ആയി. എൻ്റെ വെയിറ്റ് എനിക്ക് ഇനി ആവശ്യം 55 ആണ്. അപ്പം ഞാൻ നാളെ ജൂൺ 1-ാം തീയതി നാളെ തൊട്ട് ഞാൻ സ്കിൻ കെയറും ഹെയർ കെയറും അതുപോലെ തന്നെ വെയിറ്റ് ലോസും ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് 55 kg എൻ്റെ പഴയ വെയിറ്റിലേക്ക് വരണം. അതായത് ഞാൻ 10ാം ക്ലാസ് 12ാം ക്ലാസ് ടൈമിലൊക്കെ എനിക്ക് 55 ആയിരുന്നു. ആ ഒരു വെയിറ്റിലേക്ക് വരാനാണ് എൻ്റെ ആഗ്രഹം. ഞാനപ്പോൾ അത് ചെയ്യും. അപ്പോൾ 1 മാസം സമയമുണ്ട്. ജൂൺ 1-ാം തീയതി തൊട്ട് ജൂൺ അവസാനം വരെ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ചിലപ്പോൾ അതിനിടയ്ക്ക് മിസ്സാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യും മാക്സിമം. ഞാൻ വീഡിയോസ് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം, ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ. പിന്നത്തെ കാര്യം നിപ്പിൾ ക്രാക്സ് ഉണ്ടായോ എന്നുള്ളതാണ്. നിപ്പിൾ ക്രാക്സ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളപ്പം. എനിക്ക് ഫസ്റ്റത്തെ ആദ്യമായിട്ടൊക്കെ പാൽ കൊടുത്ത സമയത്ത് എനിക്ക് നിപ്പിൾ ക്രാക്സ് ഉണ്ടായിരുന്നു. ഞാൻ നിപ്പിൾ ക്രാക്ക് ക്രീമൊന്നും തേച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗീ തേച്ച് കൊടുത്താൽ നിപ്പിൾ ക്രാക്സ് പോകും, സത്യം. അപ്പോൾ അത് നിപ്പിൾ ക്രാക്സിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നത്തെ കാര്യമാണ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് ആഫ്റ്റർ ഡെലിവറിയും അതിന് മുന്നേ വയറുള്ള ടൈമിലും ഞാൻ യൂസ് ചെയ്യും. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒരു മോയ്സ്ചറൈസിങ് ആണ്. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെച്ച് മാർക്കൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഓയിലാണ് ബയോ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ. ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ബയോ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്.
ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും നമുക്ക് ബയോ ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് യൂസ് ചെയ്താൽ എന്തായാലും മാറും. അപ്പോൾ അതാണ് ബയോ ഓയിലിൻ്റെ കാര്യം. നമുക്കതെന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. ഞാൻ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഡെലിവറിക്ക് മുന്നേയും യൂസ് ചെയ്യാം കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്കളറേഷൻ നമ്മുടെ ബോഡിയിലുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് കഴുത്തിൻ്റെ അവിടെയും അണ്ടർ ആംസിലൊക്കെ ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ കേസിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നിയില്ല. ഇൻ കേസ് ചേഞ്ചസ് തോന്നിയാൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷ് കെയറിൻ്റെ റോൾ ഓൺ നമുക്ക് യൂസ് ചെയ്യാം. അണ്ടർ ആം ഡാർക്ക്നെസ് ഒക്കെ മാറും. നെക്കിലും യൂസ് ചെയ്യാം. പിന്നെ തന്നെ വേറൊരു കാര്യമാണ് ബേബി റാഷസ് ക്രീമുണ്ട്. ബേബിയുടെ റാഷസ് ക്രീമില്ലേ, ഹിമാലയയുടെ നല്ല ബ്രാൻഡാണ്. അത് നമുക്ക് അണ്ടർ ആംസിലൊക്കെ തേക്കുവാണെങ്കിൽ ഈഷനൊക്കെ നമുക്ക് എന്തായാലും മാറും. ഓക്കെ. പിന്നത്തെ ഒരു കേസാണ് നമ്മുടെ ഹെയർ കെയർ. ഹെയർ കെയറിൽ ആഫ്റ്റർ ഡെലിവറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി ടൈമിലായിരുന്നു നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കൊന്ന് മുടിയൊക്കെ കൊഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോഴും നമുക്ക് കാൽസ്യവും ഫോളിക് ആസിഡൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് നാൾ കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ലോസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണത്. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും തേക്കുന്നില്ല, സ്റ്റിൽ ഇപ്പോഴും തേക്കുന്നില്ല. മുടി നീളമുണ്ട്, പക്ഷെ അത്രക്കുള്ളൊന്നുമില്ല. എന്നാലും ഞാനിപ്പോൾ ഹെയർ കെയറും കൂടി ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും കൂടി ഞാൻ ഇടാം എന്തായാലും. അത്രയേ ഉള്ളൂ. പിന്നത്തെ മെയിൻ കാര്യമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ പറ്റിയിട്ടുള്ളൊരു കാര്യം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പക്ഷേ ചില കേസുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല. കാരണം എനിക്ക് ബേബീനെ നോക്കാനായിട്ട് അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഹസ്ബൻഡുണ്ട്, ചേച്ചിയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ വീട്ടിൽ എനിക്ക് വേറെ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. കുഞ്ഞാവേനെ ഉറക്കുന്ന കാര്യം അവർ നോക്കും, കുഞ്ഞുവാവയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള കാര്യം നോക്കും, കുഞ്ഞുവാവേനെ കുളിപ്പിക്കുന്ന കാര്യം അമ്മ നോക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ. നൈറ്റാണ് കുഞ്ഞാവ എണീക്കുന്നത്. ചില സമയത്ത് നൈറ്റ് ഞാൻ 2 hours കൂടുമ്പോഴായിരുന്നു നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ടത്. അപ്പം നൈറ്റ് കുഞ്ഞാവ ഉറങ്ങിയില്ലെങ്കിൽ ഹസ്ബൻഡ് നോക്കും. കാരണം ഹസ്ബൻഡിന് നൈറ്റാണ് ഡ്യൂട്ടി. അപ്പോൾ അവന് കുഞ്ഞാവനെ നോക്കിക്കോളും, എടുത്തുകൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ടൈമൊക്കെ ശരിക്കും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പം അങ്ങനെയാണ് നീയുവിൻ്റെ ആ ഫസ്റ്റത്തെ 2-3 മാസത്തേക്ക്. പിന്നെ ഞാൻ തനിയെ നൈറ്റ് പാൽ കൊടുത്ത് അവൾ ഉറങ്ങുന്ന ഇതായി. കുറച്ച് 2 hours ഒക്കെ കൂടുമ്പോൾ അല്ലാതെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുന്ന അങ്ങനെ ആയിരുന്നു. അത് കാരണം നീ ആ ബേബിയുടെ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ നമുക്ക് എല്ലാ അമ്മമാർക്കും മേ ബി വരാം. അപ്പോൾ നമ്മളെന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേ നമ്മുടെ ബേബി ഉണ്ടല്ലോ കൂടെ, വേറെ ആരും വേണ്ട. ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഡെലിവറി ആവാൻ പോകുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ടാവും, ഡെലിവറി കഴിഞ്ഞ അമ്മമാരുണ്ടാവും. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ്, നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഒരുപാടുണ്ടാവും. പക്ഷെ അതൊന്നും കണ്ട് നമ്മൾ തളരരുത്. നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാം മാറാം, എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് പഴയ ബോഡിയിലേക്ക് വരാനായിട്ട് എന്തായാലും പറ്റും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. ഇൻ കേസ് ബോഡിയിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും അത് നല്ലതല്ലേ, നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിറ്റ് ഗെയിനൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, തടിച്ച് ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് ബേബിക്ക് വേണ്ടിയിട്ടാണ്. നീയ ബേബിക്ക് വേണ്ടിയിട്ട് തടിച്ചായാലും എനിക്ക് പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം എന്തൊക്കെയായാലും. അപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ട്, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം, നമ്മുടെ ബേബീനെ നോക്കാനുള്ള ഒരു ആരോഗ്യമൊക്കെ നമുക്ക് വേണ്ടേ ഫ്യൂച്ചറിൽ. അപ്പം നമുക്ക് വെയിറ്റൊക്കെ ലോസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്, സീരിയസ്ലി. അപ്പം നാളെ മുതൽ നമുക്ക് വെയിറ്റ് ലോസിനെ പറ്റിയിട്ടൊരു വീഡിയോസ് ഇട്ട് തുടങ്ങാം. അതുപോലെ തന്നെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, നിയ ബേബിക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡുകൾ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് കാണാമല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബേബീസിനൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയും പറ്റും. അതുപോലെ തന്നെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ നാളെ മുതൽ നമ്മളിടും. അപ്പോൾ നാളെ മുതൽ എൻ്റെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്തോളൂ. പിന്നെ എപ്പോഴും മസ്റ്റായിട്ട് നിങ്ങൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. എപ്പോഴും വെള്ളം കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നല്ലപോലെ വെള്ളം കുടിക്കുക. ഒത്തിരി ഓഷനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക.
സ്കിൻ കെയർ ഒക്കെ നമുക്ക് പതിയെ പതിയെ ചെയ്തു തുടങ്ങാം. എല്ലാ അമ്മമാർക്കും നമുക്ക് ഹെൽത്തി ആയിട്ട് വരണം. അപ്പോൾ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, 10 മിനിറ്റത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ചെറിയ കാര്യങ്ങൾ ഞാൻ എൻ്റെതായി ഷെയർ ചെയ്തതാണ്. ഇൻ കേസ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.